ആദ്യത്തെ 50 സീരീസ് ലാപ്ടോപ്പ് കൈ കിട്ടിയിരിക്കുകയാണ്. Asus ROG ROG Strix featuring Ultra 9 275HX, the latest 200 series processor and RTX 5070 Ti 12GB. കംപ്ലീറ്റ്ലി ടൂൾലെസ് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡബിലിറ്റി ആണ് ROG 2025 മോഡലിൽ ഓഫർ ചെയ്യുന്നത്. SSD അതുപോലെ തന്നെ മെമ്മറി, ഫാൻ ക്ലീനിംഗ് ഒന്നും നിങ്ങൾക്ക് ഒരു വലിയ ഹെഡേക്കേ ആവില്ല. പ്രോസസർ ഇന്റൽ കോർ Ultra 9 275HX ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. 8 പെർഫോമൻസ് കോറുകളും ബാക്കി 16 എഫിഷ്യൻ കോറുകളുമാണ് വരുന്നത്. ഹൈപ്പർ ത്രെഡിംഗ് ഉപയോഗിച്ചിട്ടില്ല. 24 ത്രെഡുകൾ മാത്രമേ ഉള്ളൂ. പെർഫോമൻസ് i9 14900HX ഇക്വലന്റ് ആണെങ്കിലും റെസ്പോൺസീവ്നെസ് വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. TSMC 3 നാനോമീറ്റർ ആണ് പ്രോസസർ ഫാബ്രിക്കേഷൻ. എത്ര എഫിഷ്യൻ കോർ വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ എത്ര പെർഫോമൻസ് കോർ വർക്ക് ചെയ്യണം എന്നെല്ലാം പക്ക ഒപ്റ്റിമൈസ് ചെയ്താണ് ബയോസും വന്നിരിക്കുന്നത്. ഇത്തവണ റോഗിന് വളരെ കിടിലം സ്പീക്കേഴ്സും അതുപോലെ തന്നെ ആംബിയന്റ് RGB ലൈറ്റിംഗ് 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. 16 ഇഞ്ച് 2.5K റെസൊല്യൂഷൻ വരുന്ന റോഗ് നെബുല ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 100% DCI-P3 കളർ ഗാമറ്റ് ആണ് വരുന്നത്. 3ms റെസ്പോൺസ് ടൈം, പാൻഡോൺ വാലിഡേറ്റഡ് ആണ് ഡിസ്പ്ലേ. മെമ്മറി 32GB ഒറ്റ സ്റ്റിക്ക് വരുന്നത് കൊണ്ട് തന്നെ 64GB അപ്ഡേറ്റ് വളരെ ഈസിയാണ്. 5070 Tiയുടെ TGP വരുന്നത് 140 വാട്ട്സ് ആണ്. അത് 25 വാട്ട്സ് ഡൈനാമിക് ബൂസ്റ്റ് ആണ് വരുന്നത്. ഗ്രാഫിക് കാർഡ് പെർഫോമൻസ് ഈക്വൽസ് ടു 4080 12GB എന്ന് തന്നെ പറയാം. കാരണം 3D മാർക്ക്, ടൈം സ്പേ അതുപോലെ തന്നെ പാസ് മാർക്ക് എല്ലാം ഓൾമോസ്റ്റ് ഇക്വലന്റ് റിസൾട്ട്സ് ആണ് നമുക്ക് തരുന്നത്. DLSS 4 കാരണം കാർഡ് ഒന്നുകൂടെ പവർഫുൾ ആണ്. ബഡ്ജറ്റ് ഫോട്ടോഷോപ്പ് സ്കോർ ഓൾമോസ്റ്റ് 9000 ഈക്വലന്റ്, വീഡിയോ എഡിറ്റിംഗ് സ്കോർ 10,000 അബോവ് ആണ്. വിത്തൌട്ട് DLSS ബ്ലാക്ക് മെത്ത് ബുക്കോങ് നിങ്ങൾക്ക് ഹൈ സെറ്റിംഗ്സിൽ 100 FPS പ്ലേയബിൾ ആണ് ആവറേജ്. അതുപോലെ തന്നെ വിത്ത് DLSS അത് 157 മുകളിലേക്ക് പോകും. സൈബർ പങ്ക് ഓൺ ഹൈ സെറ്റിംഗ്സ് 90 FPS പോസിബിൾ ആണ്. ട്രൈ ഫാൻ സെറ്റപ്പ്, വേപ്പർ ചേംബർ അതുപോലെ തന്നെ ലിക്വിഡ് മെറ്റൽ, തെർമൽസ് വളരെ കൂളാണ്. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ ഏറ്റവും പുതിയ പ്രോസസറിന്റെ ഏറ്റവും പുതിയ ഗ്രാഫിക്സിന്റെ ഏറ്റവും മികച്ച എൻട്രി അസൂസ് തന്നെ തന്നിരിക്കുകയാണ്.